ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റിംഗ് ഓണിയനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവാള ഈ ഒരു രീതിയിൽ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ളിൽ റിങ് ഒന്ന് മാറ്റിയെടുക്കണം. ഓരോ വളയവും മാറ്റി കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഓരോ വളയവും ഇളകി വരും. അപ്പോൾ അങ്ങനെ ഓരോ വളയും നമുക്ക് ഇളക്കി മാറ്റാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിനുള്ളിലെ ഓരോ സവാളയ്ക്കുള്ളിലെയും വളയും ഇതുപോലെ ഇളകി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളത് ഇളക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ ഈ സവാളയുടെ വളയൊക്കെ ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് തൊട്ടടുത്തുള്ള ആ ഒരു വളയം മാറ്റിയതിന് ശേഷം അതിനിടയ്ക്കായിട്ട് നമ്മളിതൊന്ന് വെച്ച് കൊടുക്കണം. ഇതിനിടയ്ക്ക് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനിടയിലേക്ക് ചീസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇപ്പോൾ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഇതിനുള്ളിൽ മറ്റെന്തെങ്കിലും ഫില്ലിങ് വെക്കാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ഇട്ടിട്ട് ചെറിയ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഫില്ലിംഗ് എല്ലാം ഇതിനുള്ളിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ചീസ് വെച്ചിട്ടാണ് ഈ ഫില്ലിങ് ചെയ്ത് കാണിക്കുന്നത്. ചീസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൊസറല്ലയുടെ ചീസാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് തന്നെ മതിയാവും. അപ്പോൾ ഇത് വന്നിട്ട് കുട്ടി കുട്ടി പീസാക്കി നമുക്കിതിനുള്ളിലേക്ക് വെക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണോ ഇത് വെക്കാൻ സൗകര്യമുള്ളത് ആ ഒരു രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തോ കട്ട് ചെയ്യാതെയോ എങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ചീസ് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മാക്സിമം പ്രസ് ചെയ്ത് വേണം നമ്മൾ ചീസ് ഇതിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചീസ് എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് മിക്സ് വേണമെന്നുണ്ടെങ്കിലും കുറച്ച് ടൈറ്റായിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള മിക്സ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. പുറകിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് കിട്ടണം. അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ പേരിൽ ബാക്കിയുള്ള റിങ് നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സവാളയ്ക്കുള്ളിലെല്ലാം ചീസെല്ലാം വെച്ച് ഫില്ലിംഗ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള കോട്ടിംഗ് ഒന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് കോട്ടിംഗ് കൂടി തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, നമ്മളിപ്പോൾ എത്ര സവാളയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മൈദാമാവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരല്പം മൈദാമാവ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഈ മാവിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും കട്ടിക്കാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത്. കുറച്ചുകൂടി വെള്ളമായി പോയാൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഉള്ളിയിൽ ഈ മാവ് നന്നായിട്ട് പിടിച്ചിട്ട് വരില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു കട്ടിക്ക് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ബാറ്റർ ഇപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി വേണ്ടത് ഒരു ബൗളിൽ നമുക്ക് കുറച്ച് മൈദാ മാവൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 മുട്ടയും കൂടി. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മുട്ടയും കൂടി മാറ്റി വെക്കാം. നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ സവാളയായിട്ട് എടുത്തതിന് ശേഷം ഓരോ വളയവും എടുത്തതിന് ശേഷം നമ്മളിതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കട്ടിയായിട്ടുള്ള മാവിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും മാവാകുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇതിലുള്ള ബാക്കിയുള്ള മാവൊക്കെ ഒന്ന് മാറ്റണം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ തന്നെ എല്ലാ മാവും ബാക്കിയുള്ളതൊക്കെ വീണുള്ളൂ. അതിനുശേഷം നമ്മളിത് നേരെ മാറ്റേണ്ടത് നമ്മുടെ മാവിലേക്കാണ്. മൈദാ മാവിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് എല്ലാ സ്ഥലത്തും നമ്മുടെ സാധാരണ മാവിലേക്ക് വെള്ളം ഒഴിച്ച മാവിലേക്കുള്ള എല്ലാ മാവും മാറുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി റോൾ ചെയ്തെടുക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം അതും ഇതുപോലെ കംപ്ലീറ്റ് മുട്ടയുടെ എല്ലാം മാറിയിട്ട് നമ്മൾ നേരെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം.
നന്നായിട്ട് തന്നെ നമ്മുടെ മുട്ടയൊന്നും ഇല്ലാത്തതുപോലെ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മളിത് എത്രത്തോളം കോട്ടിങ് കൊടുക്കണോ അത്രത്തോളം ഷേപ്പായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ മുട്ടയിലേക്ക് ഒന്ന് മുക്കി വെക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സ്പൂൺ ഇട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കോല് മുകളിലേക്ക് ഇടുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ആയിക്കോളും. അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് എത്രത്തോളം നമ്മളൊന്ന് റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നോ അതിനനുസരിച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. നല്ലൊരു ഡോണറ്റ് പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഉഴുന്നുവട പോലെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇതിന് മുകളിലായിട്ട് കംപ്ലീറ്റ് നമ്മുടെ ഫില്ലിംഗ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. എത്രത്തോളം നമ്മൾ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് റോൾ ചെയ്തെടുക്കുന്നോ അതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഒരു 30 മിനിറ്റ് ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റണം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലേക്ക്. അത്രയും സമയം കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നല്ല തണുപ്പ് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റാകും. അതിന് വേണ്ടിയിട്ടാണ്. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം ഉണ്ടെങ്കിൽ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും. ഞാനിപ്പോൾ എന്തായാലും ഒരു 30 മിനിറ്റ് ഫ്രീസറിലേക്ക് ഒന്ന് മാറ്റിയാണ്. അതിനുശേഷം നമുക്ക് നല്ല ചൂട് ഓയിലിലേക്ക് ഇട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് നമ്മളിത് ഇടുന്ന ടൈമിൽ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കാരണം നമ്മളിത് ബ്രെഡിലാണ് ഇത് കോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ പെട്ടെന്ന് കളർ മാറിയിട്ട് പോകും. അതിൻ്റെ പേരിലാണ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലൊരു കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. ഞാനിപ്പോൾ ഉപ്പുള്ള ചീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് നമ്മുടെ മാവിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉപ്പില്ലാത്ത ചീസാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുട്ടയുടെയൊക്കെ ബാറ്ററിലേക്ക് ഒരല്പം ഉപ്പൊക്കെ ചേർത്തേക്കണം നമ്മൾ. എങ്കിലേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ചീസ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് നന്നായിട്ട് ഇഷ്ടാവുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ചീസ് ഓണിയൻ റിങ്സ് എല്ലാം ഞാൻ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും. പിന്നെ നമ്മളിതിലേക്ക് ചീസ് വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല മെൽറ്റായിട്ടുള്ള ചീസെല്ലാം നമുക്ക് കിട്ടുന്നത്. കുട്ടികൾക്കെല്ലാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വളരെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.